ഷൈൻ ടോം ചാക്കോ വാർത്തകളിൽ നിറയുമ്പോഴൊക്കെ, പ്രത്യേകിച്ചും വിവിധ കേസുകളുടെ കാര്യത്തിൽ, മലയാളി കേട്ട മറ്റൊരു പേരാണ് CP ചാക്കോ എന്നത്. ഏത് പ്രതിസന്ധിയിലും മകന് ധൈര്യമായി നിന്ന ഒരു പിതാവ്. ഒരുപക്ഷെ ഷൈനിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ധൈര്യമായിരിക്കാം. അവന് ഭയങ്കര പേടിയാണെന്ന് മാധ്യമങ്ങളോട് തുറന്നു പറഞ്ഞ, അങ്ങനെയുള്ള ഒരു മകന് എല്ലാ ധൈര്യവും നൽകിയ പിതാവിനെയാണ് ഓർക്കാപ്പുറത്ത് ഷൈനിന് നഷ്ടമായിരിക്കുന്നത്. ഷൈനിന് ചാക്കോ വെറുമൊരു പിതാവ് മാത്രമായിരുന്നില്ല. അടുത്ത സുഹൃത്തിനെ പോലെയും സിനിമാ കാര്യങ്ങളിൽ ഒരു മാനേജറെ പോലെയുമൊക്കെ ശാസിക്കേണ്ടിടത്ത് ശാസിച്ചും പിന്തുണയ്ക്കേണ്ടിടത്ത് പിന്തുണച്ചും ചാക്കോ മകൻ്റെ നിഴലായി മാറിയിരുന്നു. ഷൈനിൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ബലമായിരുന്നു പിതാവ് CP ചാക്കോ. ഷൈൻ വലിയ വിവാദങ്ങളിൽ അകപ്പെട്ടപ്പോഴും മകനൊപ്പം ഉറച്ചു നിന്നയാളാണ്. ലഹരിക്കേസിൽ പേര് വന്നപ്പോൾ മാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയയിലും ഷൈനെതിരെ വ്യാപക വിമർശനം വന്നു. എന്നാൽ ഒരിക്കൽ പോലും അദ്ദേഹം മകനെ തള്ളിപ്പറഞ്ഞില്ല. 10 വർഷം കേസ് നടത്തി പരിചയമുണ്ട്, ഇതൊക്കെ ഓലപ്പാമ്പുകളല്ലേ എന്നാണ് ഷൈൻ ലഹരിക്കേസിൽ ചോദ്യം ചെയ്യപ്പെട്ടപ്പോൾ CP ചാക്കോ പറഞ്ഞത്. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഐ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. 2015 ഷൈൻ കൊക്കെയിൻ കേസിൽ അകപ്പെട്ടപ്പോൾ മകൻ നിരപരാധിയാണെന്ന് ഇദ്ദേഹം പറഞ്ഞിരുന്നു. ഈ അടുത്താണ് ഷൈൻ ഈ കേസ് കുറ്റവിമുക്തനായതും. ലഹരിയിൽ നിന്നും മകൻ മുക്തി നേടിയതിൻ്റെ സന്തോഷത്തിലായിരുന്നു CP ചാക്കോ. ഡി അഡിക്ഷൻ സെൻ്ററിൽ നിന്നും വന്ന ഷൈൻ പഴയ ശീലങ്ങൾ ഉപേക്ഷിക്കുകയാണെന്ന് വ്യക്തമാക്കിയതാണ്. അടുത്തിടെ ഒരു ചാനലിന് നൽകിയ അഭിമുഖത്തിൽ ഷൈനും പിതാവും ഇക്കാര്യം സംസാരിച്ചിരുന്നു. 2015 തനിക്കെതിരെ കൊക്കെയിൻ കേസ് വന്നപ്പോൾ അച്ഛൻ ഏറെ വിഷമിച്ചിരുന്നെന്ന് ഷൈൻ അന്ന് തുറന്നു പറഞ്ഞിരുന്നു. കൊക്കെയിൻ കേസിൽ അറസ്റ്റിലായി ഷൈൻ ജയിലിൽ പോയപ്പോഴും ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ ഷൈൻ സംശയ മുനയിലായപ്പോഴും അച്ഛൻ മകൻ്റെ കൂടെ നിന്നു. താരഭാഷകളിൽ നിന്നൊക്കെ അവസരങ്ങൾ കൂടിയപ്പോൾ ഷൈൻ അച്ഛനോടൊപ്പം പുതിയ നിർമ്മാണ കമ്പനി തുടങ്ങിയിരുന്നു. പുതിയ ബാനറിൽ ഒരുപാട് സിനിമകൾ ചെയ്യണമെന്നും ആഗ്രഹിച്ചിരുന്നു. എന്നാൽ ഇതെല്ലാം ബാക്കി വെച്ചാണ് അച്ഛൻ്റെ അപ്രതീക്ഷിത വിടവാങ്ങൽ. ഷൈനും പിതാവും അമ്മയും സഹോദരനും മേക്കപ്പ് മാനുമായിരുന്നു വാഹനത്തിലുണ്ടായിരുന്നത്. ഷൈനിൻ്റെ ചികിത്സക്കായി ബംഗളൂരുവിലേക്ക് പോകുമ്പോഴായിരുന്നു അപകടം. രാവിലെ 7 മണിയോടെ സേലം ബംഗളൂരു ദേശീയപാതയിൽ ധർമ്മപുരിക്കടുത്ത് പാലക്കോട് എന്ന സ്ഥലത്തായിരുന്നു അപകടം. ഷൈനിൻ്റെ 2 കൈകളും ഒടിഞ്ഞതായി അപകടം കണ്ട മലയാളിയായ ആൾ പറയുന്നുണ്ട്. അപകടം നടന്നയുടൻ പരിക്കേറ്റവരെ തൊട്ടടുത്തുള്ള ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും പിതാവ് ചാക്കോയുടെ ജീവൻ രക്ഷിക്കാനായില്ല. കാറിൻ്റെ മധ്യഭാഗത്തെ സീറ്റിലാണ് ചാക്കോയും ഭാര്യയും ഇരുന്നത്. ഷൈൻ ഏറ്റവും പിൻസീറ്റിൽ കിടന്നുറങ്ങുകയായിരുന്നു. മുൻസീറ്റിലായിരുന്നു സഹോദരൻ. ഷൈനിൻ്റെ കൈക്കാണ് പരിക്കേറ്റത്. അമ്മയുടെയും സഹോദരൻ്റെയും ഡ്രൈവറുടെ പരിക്ക് നിസ്സാരമാണെന്നാണ് വിവരം. ആവശ്യം ഏതുമാകട്ടെ, പണം ഞങ്ങൾ തരും.